തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലും CPIM പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസ് CPIM പ്രവർത്തകർ തമ്മിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസിന്റെ രാപ്പകൽ സമരപന്തൽ CPIM തകർത്തുവെന്ന് ആരോപണം. പുതുയുഗ യാത്രയുടെ ഫ്ലക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചു. MP ദേവൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ദേവൻ, തിരുവനന്തപുരത്തും സമാനമായി CPIM കോൺഗ്രസും തമ്മിലടിക്കുകയാണ്. ഋതീഷ്, തീർച്ചയായും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായിട്ടുള്ള KSU അതിക്രമത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ CPM പ്രതിഷേധം തുടരുകയാണ്. സമാനമായ രീതിയിൽ തിരുവനന്തപുരം ജില്ലയിലും വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇന്നിപ്പോൾ വൈകുന്നേരം മുതൽ നടക്കുന്നത്. ആദ്യം ഇപ്പോൾ വൈകുന്നേരം അല്പസമയത്തിന് മുമ്പ് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് DYFIയുടെ ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. അതിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ PD സതീശന്റെ കോലം കത്തിച്ചുകൊണ്ടായിരുന്നു ആ പ്രതിഷേധം അവർ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഇന്ന് വൈകുന്നേരം നടന്ന പ്രതിഷേധത്തിനിടെയാണ് CPM പ്രവർത്തകരും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു രാപ്പകൽ സമരപ്പന്തൽ ഉണ്ടായിരുന്നു. അത് ഈ CPM പ്രവർത്തകർ തകർത്തു എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. മാത്രമല്ല VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ഫ്ലെക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചു എന്നുള്ള ഒരു പരാതി കൂടി അവിടെ നിന്ന് ഉയർന്നുണ്ട്. സ്ഥലത്ത് നേരിയ തോതിലുള്ള ഒരു സംഘർഷം, ഇരു വിഭാഗങ്ങൾ തമ്മിലും നേരിയ തോതിലുള്ള ഒരു സംഘർഷം ആദ്യഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഇടപെടുത്തുകൂടി സംഘർഷത്തിന് അവിടെ അയവുണ്ടായിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട്. ചെറുതായ രീതിയിൽ ഒറ്റപ്പെട്ട രീതിയിലെല്ലാം തന്നെ അതായത് CPMന്റെ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലെല്ലാം തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. രാത്രിയും പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് വിവിധ ഭാഗങ്ങളിൽ. ഒപ്പം തന്നെ സമാനമായി CPM പാർട്ടിയുടെ പോഷക സംഘടനകളായിട്ടുള്ള DYFIയുടെയും ഒപ്പം തന്നെ SFIയുടെയും മഹിളാ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധം തന്നെ തുടരുകയാണ്. ഏതായാലും സംസ്ഥാന കമ്മിറ്റിയുടെ തന്നെ നിർദ്ദേശാനുസരണമാണ് ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ ഈ വിവിധ സംഘടനകൾ പ്രതിഷേധം തുടരുന്നത്. ശരി ദേവൻ.